മംഗളദായിനി ദേവി മൂകാംബിയിലെ സൗവർണയിൽ ആത്മഹത്യ ചെയ്യാൻ പോകാൻ ഒരാളൊരു കമൻ്റ് ഇടും, നിങ്ങളൊക്കെ റിട്ടയർ ചെയ്യേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. ഞാൻ റിട്ടയർ ചെയ്യാൻ തന്നെ കാത്തിരിക്കുകയാണ്. ഗണഗീതം പാടിയതിന് അടി മേടിച്ചിട്ടുണ്ട്. പാടി കഴിഞ്ഞപ്പം വടിവാളൊക്കെ എടുത്തിട്ട് സ്റ്റേജിൽ കയറി. ഞങ്ങൾ ഇതും ബോധമില്ലാത്തവരാണ്. സംഘടന ആള് ഭജന പാടേണ്ട വർമാജി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തും. 100%. ഒരുപാട് ഭജന സംഘങ്ങൾ ഉണ്ടെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ കാരണം നിർത്തിപ്പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കേൾക്കില്ല ചിലര്. ബാനറാണ് അവർക്ക് വലുത്. എവിടെങ്കിലും ആരോടെങ്കിലും ഈഗോ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വെച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ജനം ടി വിയിൽ കൂടെ കാണുന്ന ഓരോരുത്തരോടും ക്ഷമ ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പുഷ്പേല പാട്ടൊക്കെ അല്ലേ, മല്ലികവാണന്റെ അമ്പുകളോ, ആ മോബിലേക്കാ വരുന്നത്. ഏത് ട്രെൻഡിലും വർമാജി ഉണ്ടാവും. നമ്മളെല്ലാരും കൂടിയും. വർമാജിക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭജന ഏതാണ്? ഞാൻ പാടിയല്ലോ, മാനസ ജപലഹരിയിലെ വർമാജിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരുപാടുണ്ട്. കൂടുതൽ ഇഷ്ടമുള്ള ദേവത ഏതാ? പലപ്പോഴും എനിക്ക് തോന്നുന്നു കൊടുങ്ങല്ലൂർ അമ്മയോടൊരു താല്പര്യം കൂടുതലാണ്. അതെന്റെ പരദേവതയാണ്. തിരുവള്ളനാട് കാവിലമ്മ ഭദ്രകാളിയാണ്. സങ്കല്പം അങ്ങനെയാണ്. അതിലുപോലെ കമ്മലൊക്കെ ഇട്ട് പാടുന്നത് കേൾക്കും. അത് എൻ്റെ പരദേവത ഭദ്രകാളി, തിരുവള്ളനാട് കാവിലമ്മ. കുലദേവത പരദേവത കിരാതമൂർത്തിയാണ്. ശിവനോടും താല്പര്യമാണ്. നമ്മുടെ മുട്ടുത്തി കൃഷ്ണനാണ് നമ്മുടെ കുടുംബദേവത. ദേശദേവതയും ശിവനാണ്. ഗുരുവായൂരപ്പനോട് ഇഷ്ടം കാണിച്ചാൽ സകലതും നഷ്ടപ്പെട്ടപ്പോൾ അവിടെ മേൽപ്പത്തൂര് ഒരു പിടി ചോറിന് വേണ്ടി ഇരുന്നുണ്ട്. അവിടുന്നാണ് ഗുരുവായൂരപ്പൻ കൈപിടിച്ചിട്ട് നീ എൻ്റെ പാട്ട് പാടാനാണ് നീ ഇവിടെ കിടക്കേണ്ടവനല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണത്. ഒരിക്കലും എപ്പോഴെങ്കിലുമൊക്കെ ഇപ്പം ഈ ശ്രോതാക്കളോട് അല്ലെങ്കിൽ ഇത് കാണുന്നവർ പ്രേക്ഷകരോട് പറയാനുള്ളത്, എൻ്റെ ഈ 50 വർഷത്തെ നാമജപ യാത്രയിൽ എവിടെയെങ്കിലും ആരോടെങ്കിലുമൊക്കെ നമ്മൾ ഈഗോ വെച്ച് അല്ലെങ്കിൽ ഒരു വലിയ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വെച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ജനം ടി വിയിൽ കൂടെ കാണുന്ന ഓരോരുത്തരോടും ക്ഷമ ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം എനിക്ക് മുന്നോട്ട് ആശ്രമത്തിലേക്ക് യാത്ര ആവണം, നാമജപത്തിൻ്റെ യാത്ര ഉണ്ടാവണം. നമ്മളെ കുട്ടികളെല്ലാം നന്നായിട്ടിരിക്കട്ടെ. മൂകാംബിയിൽ പാദം തൊട്ട് കഴുകിയിട്ടാണ് ആദ്യത്തെ വരി എഴുതാൻ തുടങ്ങി. മംഗളദായിനി ദേവി നിൻ മംഗളാരതി കണ്ടു നിന്നു, മനം തെളിഞ്ഞു എൻ മതം കുറഞ്ഞു. ഇങ്ങനെ ആ 4 വരി ആദ്യം മൂകാംബി എന്ന് എഴുതണം. മംഗളദായിനി ദേവി നിൻ മംഗളാരതി കണ്ടു നിന്നു, മനം തെളിഞ്ഞു എൻ മതം കുറഞ്ഞു. അവിടെ തൊഴാതെ നിൽക്കുമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടപ്പം ഒരു വെറുപ്പ് വരില്ലേ. വയസ്സ് 22. പാൽക്കഞ്ഞി കഴിച്ചിരുന്ന കുട്ടി സകലതും നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് പോകേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെറുപ്പ്. എല്ലാവരും അതുവരെ അമ്മയെ തൊഴുതിരുന്ന ഞാൻ അമ്മയോട് ചോദിച്ച്, ശരിക്കും മൂകാംബിയിലെ സൗവർണയിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. അവിടെ നിന്നാണ് ഇവിടെ ഇരിക്കണത്. അവിടെ നിന്നാണ് ഇവിടെ ഇരിക്കുന്നത്. ഏകദേശം ഒരു 130 ഭജന ഇൻറ്റു 50 വയസ്സ് കൂട്ടിക്കോളും. എത്രയോ 7000-ൽ മുകളിലായിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടുത്ത 8600 ശിക്ഷ ഉണ്ടെന്നുണ്ട്. പക്ഷേ ദൈവം എത്ര കേട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഈ ഇവർക്ക് ഈ സിസ്റ്റം വയ്ക്കുന്നവർക്കൊക്കെ ഓരോ കണക്കുകൾ പറയാനുണ്ടാവും. എനിക്കും ഭജന പാടിയിട്ട് മടിയായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ യാത്ര ഒഴിവാക്കിയിട്ട് പഴയ അയ്യപ്പ ഭജൻസ് കുറേ ഉണ്ട്, ട്രഡീഷണലായിട്ട് ഒന്നും പുറത്തു വരാത്ത അത് കുറേ ഉണ്ട്. അതുപോലെ കമ്പോസ് ചെയ്ത 10-30 പാട്ടുകളുണ്ട്. ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കുറച്ച് ഇപ്പം ഈ പുഷ്പേല പാട്ടൊക്കെ അല്ലേ, മല്ലികവാണന്റെ അമ്പുകളോ, ആ മോബിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു കാട്ടിലുണ്ട് മെട്ടിലുണ്ട് കണ്ണൻ, മണ്ണിലുണ്ട് വിണ്ണിലുണ്ട് കള്ളൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയും വലിയേട്ടനല്ലേ. നമുക്ക് അതിൻ്റെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ അല്ലേ. ഒരു ആൾക്കാരോട് മിണ്ടൂല, ആൾക്കാരെ അടുപ്പിക്കില്ല, അവരെ തൊടൂല, ഒരു മനുഷ്യനാവുന്നില്ല. അപ്പോൾ പക്ഷെ വർമാജി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ഭജന സംഘങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഒരുപാടെണ്ണം ഈഗോ പ്രശ്നങ്ങൾ കാരണം നിർത്തിപ്പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. ലീഡിങ് സിംഗർ ആരാണ് ഭജനയിൽ? ആരാ? അയാളൊരു വാഴനേരാണ്. വിവിധ തരം പൂക്കളെ കോർത്തിണക്കിയ ഭജനമാല എന്ന മാല ദൈവത്തിന് ചേർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഈ
ഏത് വാഴനാര്, അത് പൊട്ടി എല്ലാവരും പോയില്ലേ? പോയി. അയാളുടെ പെയിൻ ആർക്കെങ്കിലും അറിയണ്ടോ? ഈ മാലയിലെ പൂക്കളെ മുഴുവൻ താങ്ങി നിർത്തുന്നത് ആരാണ്? ഈ വാഴനാര്. എന്നാൽ പൂവ് മാത്രമായിട്ട് ഭഗവാന് ചാർത്തുമ്പോൾ പാദത്തിലിടാൻ പറ്റുള്ളൂ, മാറിൽ ചാർത്താൻ പറ്റില്ല. എറിഞ്ഞാലത് താഴെ വീഴുള്ളൂ. റൈറ്റ്. ഒരു തബലക്കാരൻ ഒറ്റയ്ക്ക് ഇരുന്ന് ജപിച്ചാൽ അത് ഭഗവാന്റെ പാദത്തിരുന്ന് ജപിക്കാം. പക്ഷെ ഇതെല്ലാം കൂടെ ചേർത്തൊരു ജപമാലയായിട്ട് ഭഗവാന്റെ മാറിൽ വീണെങ്കിൽ ലീഡിങ് സിംഗർ ഒരു വാഴനാരായിരിക്കണം. എപ്പോഴും ലീഡിങ് സിംഗർ, കോർഡിനേറ്റർ എപ്പോഴും എല്ലാം കൊണ്ടും കമാൻഡ് ചെയ്യണം, ലവ് ചെയ്യണം, ചേർത്ത് പിടിക്കണം, ശാസിക്കണം, പറഞ്ഞു കൊടുക്കണം. പക്ഷേ അവരെ ചേർത്ത് ഒരു മാലയാക്കി കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം ലീഡിങ് സിംഗർക്കാണ്. ഇതും ബോധമില്ലാത്തവരാണ്. ശരിക്കും ഭജനയിൽ ഒരാൾ കൈമണി തെറ്റിച്ചാൽ പാടാൻ പറ്റുമോ? ഈക്വൽ സ്റ്റാറ്റസ് അല്ല, ഈക്വൽ എല്ലാവർക്കും. എ ഗുഡ് സിംഗർ ക്യാൻ ബി എ ഗുഡ് കോറസ് സിംഗർ, ഗുഡ് കോറസ് സിംഗർ ക്യാൻ ബി എ ഗുഡ് ലീഡിങ് സിംഗർ അല്ലേ? ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കേൾക്കില്ല ചിലർ. ബാനറാണ് അവർക്ക് വലുത്. പല സമയത്തും പല ഭജന സമിതിയിൽ നിന്നും ഇപ്പം ലീഡിങ് ഭജന സമിതിയിൽ നിന്നൊക്കെ എനിക്കിങ്ങോട്ട് ഇങ്ങനെ മെസ്സേജുകൾ വരും. അത് ബോധർ ചെയ്യണ്ട, കാലക്രമത്തിൽ നിങ്ങൾക്ക് ലീഡിങ്ങിലേക്കൊക്കെ വരാം. നിങ്ങൾ നന്നായിട്ട് കോറസ് പാടിയാലേ നിങ്ങൾക്ക് നന്നായിട്ട് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഈറോഡ് രാജാമണി സാറിൻ്റെ കൂടെ കൽക്കട്ടയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം ഗംഭീര സമ്പ്രദായ ഭജനാചാര്യനാണ്. ബാ ഇരിക്കുക, ഞാൻ കോറസ് സിംഗറായിട്ട് ബാക്കിലിരുന്നു. അദ്ദേഹം ഗുരുനാഥനാണ്. അപ്പം നമുക്കങ്ങനെ കോറസ് പാടാൻ കഴിയുന്ന അദ്ദേഹം കണ്ടുകൊണ്ടല്ലേ. അപ്പം എൻ്റെ തബലിസ്റ്റിനെ ഇവിടെ പൂനെയിൽ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ തബലിസ്റ്റിനൊന്നും എനിക്ക് വേണം, മൃദംഗം ഇഷ്ടമൊന്നുമില്ല. നമ്മൾ പോയിരുന്നു. അദ്ദേഹം എന്താണോ പറയുന്നത് അനുസരിച്ച് കണക്ക് നോക്കിയിട്ട് ചെയ്തു. 4/4 അല്ലെങ്കിൽ 2/4 അല്ലെങ്കിൽ 3 അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. വലിയ ഒരു സ്ഥാനമാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇല്ലേ, അങ്ങനെയാണ് നമ്മൾ പിന്നീട് കോറസ് പാടാൻ പറഞ്ഞാൽ കോറസ് പാടും, ലീഡ് പാടാൻ പറഞ്ഞാൽ ലീഡ് പാടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആരോ എന്തോ ആണെന്ന് തോന്നിയാലല്ലേ ഉള്ളൂ. ഞാൻ എല്ലാവരിലും ഉൾപ്പെട്ട ഒരാളാണ്. എല്ലാവരും സ്നേഹിച്ച് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും എല്ലാവിധത്തിലും സഹായം തന്നു. ഇപ്പോൾ ജനൻ ടി വിയും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലൈവിൽ ജനൻ ടി വി മാത്രമല്ല, എല്ലാവരും ഇത് കാണുന്നവർ, ലോകത്തിൽ ഭൂമി, ജല, അഗ്നി, വായു, ഗഗന, കിരണ, സാക്ഷാറും ഓരോ മലത്തിലെ പുഴു വരെ നമുക്ക് വേണ്ടി ധർമ്മം ചെയ്യണമുണ്ടാണ് നമുക്ക് ഇരിക്കാൻ സാധിക്കണം. അപ്പം നമ്മൾ ഇതിന് ഈഗോയിസ്റ്റിക്കിന് പോവില്ല, ചീത്ത പറയേണ്ട. പക്ഷെ നമ്മൾ ശിഷ്യന്മാരെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ആ വഴി പോയാൽ ശരിയാവില്ല, അവിടെ പോയാൽ ബുദ്ധിമുട്ടാണ്, ഞാൻ പോയ വഴിയാണ്, അതുകൊണ്ട് അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, അതിൽ പോകണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട. എൻ്റെ കൂടെയുള്ള മണികണ്ഠനും ജനാർദ്ദന മാഷൊക്കെ സീനിയറാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഒരു 14 വർഷമായിട്ടുണ്ട്. അവർ വണ്ടിയിലിരുന്ന് ഞാൻ ചീത്ത പറയാറുണ്ട്, എത്ര സ്വാതന്ത്ര്യം ഞാൻ തരുന്നുണ്ട്, എന്തെങ്ങനെയൊക്കെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവർക്കറിയാം ഞാൻ പറയണത് എന്തുകൊണ്ടാണെന്ന്. അവരെ ചേർത്ത് പിടിക്കുകയുള്ളൂ. ചേർത്ത് പിടിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്യും. അപ്പം നമ്മൾ ഭജനയുടെ വഴിയിൽ നിരവധി ഭജന സമിതികൾക്ക് എന്നും 365 ദിവസം ഭജന പാടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നിട്ട് വേണം എനിക്ക് ആശ്രമത്തിൻ്റെ എൻ്റെ അടുത്ത പ്ലാനിലേക്ക് പോകാൻ. കാരണം നമ്മൾ ഏജ് കഴിഞ്ഞ യാത്രകൾ, ഇനി പുറത്തു പോകേണ്ട കുറച്ച് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മുടെ കോവിഡ് കാലത്ത് ലണ്ടൻ, അമേരിക്കയിൽ തന്നെ ലൈവൊക്കെ കൊടുക്കുക ചെയ്ത, പിന്നെ അതിനൊക്കെ ഇപ്പം മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അവർ നിശ്ചയിക്കണം. ഞാൻ പോയി ചെയ്യാൻ, എൻ്റെ ധർമ്മം ചെയ്യാന്നല്ലാണ്ട് ഞാൻ കാർത്തികയുടെ വീട്ടിലിരുന്ന് പാടണം, ജനൻ ടി വിയുടെ ഫ്ലോറിലിരുന്ന് പാടണം, ഇവിടെ ഇരുന്ന് പാടണം, ഞാനേ ഉള്ളൂ. ഒന്നും വ്യത്യാസമില്ല. അവിടെ സിൻസിയറായിട്ട് നമ്മുടെ സമർപ്പണമായിട്ടുള്ള ഉപാസനയല്ലേ? ഉപാസന. അതുകൊണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ജപിക്കും. ഉപാസനയിലേക്ക് കൊണ്ടുവന്നത് മള്ളിയൂർ തിരുമേനിയാണ്, ഭാഗവത ആചാര്യന്മാരാണ്, വൈഫാണ്, ഗുരുവാവ്, അങ്ങനെ നിരവധി ഗുരുക്കന്മാരാണ്. ഓരോന്നോരോന്നാണ് വർമ്മജി എങ്ങനെ ചെയ്താൽ മതി, വർമ്മജി ഇങ്ങനെ പോകണ്ട, അത് ഇതിങ്ങനെ ചെയ്യൂ. അപ്പം നമ്മളത് നമുക്ക് സാധിക്കുന്ന തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യും. ഒരാളൊരു കമൻ്റ് ഇടും, ആ കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ, പുതിയ ടീം വന്നിറങ്ങി, 30 വർഷം ഞാൻ ഫോളോ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ റിട്ടയർ ചെയ്യേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. ശരിയാണ്, 58 വയസ്സായി, ഞാൻ റിട്ടയർ ചെയ്യാൻ തന്നെ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ പ്രോഗ്രാം വളരെ കുറച്ചാണ് എടുക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിനെല്ലാം നന്ദി. ഞാനിവിടെ വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് 1 വർഷം 8 മാസം വീട്ടിലിരുന്നല്ലേ പ്രാർത്ഥിച്ചത്. എവിടെയായിരുന്നു ഷോസ്? ഞാൻ ഐ എം നോട്ട് ഡൂയിങ് ഷോസ്. സത്സംഗത്വേ നിസ്സംഗ, സത്സംഗിലിരിക്കുക. ഇപ്പം കുംഭമേള നടന്നില്ലേ, അവിടെ ഞാൻ ടി വി ഉണ്ടായിരുന്നു. മഹാമണ്ഡലേശ്വരി പറഞ്ഞു, ഈ മണലിൽ ഇരുന്നിട്ട് പാടാൻ പറ്റുമോ വെച്ചു. കൊട്ടാൻ ആളില്ല, കോറസാൻ ആളില്ല. അവിടെ ഒരു വായ വെച്ചൊന്നു മൈക്ക് തന്നു, ഞാൻ പാടി. എൻ്റെ പിന്നിൽ കൃഷ്ണകുമാർ അടക്കമുള്ള ഇടയ്ക്കാർ മുഴുവൻ വന്നിരുന്നു. കുറച്ച് പേര് കോറസ് പാടി. അവിടെ
അവിടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഗണഗീതം പാടിയിരുന്നു. അവിടെ ഗണഗീതം പാടി. അപ്പോൾ ജനൻ ടി വി വന്നപ്പോൾ വന്ദേ ജനനി ഞാൻ പാടി. ഇപ്പുറത്ത് ആദ്യം ചെന്നത് ഞാൻ സേവാഭാരതിയുടെ സ്റ്റാളിൽ എന്തെങ്കിലും ഇലയിട്ട് വിളമ്പാനും അന്നദാനം കൊടുക്കാനൊക്കെ ആയിട്ട് ചോദിച്ച തിരൂർ ദിനേശേട്ടനോട് പറഞ്ഞു, ഫെബ്രുവരി 3-ാം തീയതി മാത്രമേ എനിക്ക് ഒഴിവുള്ളൂ. പ്രോഗ്രാമിന് ആ ഒഴിവിട്ടത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണ്. മള്ളിയൂർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ കുംഭമേളയ്ക്ക് പോകാണെന്ന് പറഞ്ഞിട്ടാണ് മള്ളിയൂരിനോട് കൂടെ പറഞ്ഞിട്ടാണ് വന്നത്. മള്ളിയൂർ കുടുംബം ഒരു വർഷത്തിൽ 2 തവണ പ്രോഗ്രാം തരുന്ന ഒരു ഗുരുതുല്യരാണ്. എന്നെ ഏറ്റവും സ്ട്രോങ് ആക്കിയിട്ട് ഭജനയിലേക്ക് എത്തിച്ച ഒരു വലിയ മഹാ വ്യക്തിത്വമാണ് മള്ളിയൂർ ശങ്കരൻ തിരുമേനി. അപ്പോൾ ഈ തവനൂർ ചെന്ന് കഴിഞ്ഞപ്പം അമൃതാനന്ദമയി ദേവിയുടെ രഘുസ്വാമി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അവിടെ ചണ്ഡിയാമം നടക്കുന്നുണ്ട്. 2 ആൾ അവിടെ പോയിരിക്കാൻ പറഞ്ഞു. അവിടെ പോയിരുന്നപ്പോൾ അവിടുത്തെ സ്വാമിനി പറഞ്ഞു 2 പാട്ട് പാടിയിട്ട് വന്നു. അപ്പോൾ അവർ ഓർക്കസ്ട്ര വന്നിരുന്നു. 2 പാട്ട് എന്നുള്ള 2.5 മണിക്കൂറായി. അപ്പോഴാണ് മഹാമണ്ഡലേശ്വരർ അങ്ങോട്ട് വിളിക്കണം. അപ്പം നമ്മൾ എവിടെ ഇരിക്കണോ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആളുണ്ടോന്നോ, അല്ലെങ്കിൽ നമുക്ക് മൈക്കുണ്ടെന്നോ, നമുക്ക് ശബ്ദം ഉണ്ടോന്നോ, നമ്മൾ മാലയിടുണ്ടെന്നോ ഞാൻ ഇന്ന് വരെ നോക്കിയിട്ടില്ല. കാരണം ഞാൻ ചെയ്യേണ്ടത് ചെയ്യുക. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് സ്ട്രെയിന് വരും. അതിൻ്റെ ഭാഗവത്തിന് ഇതേപ്പോൾ ഈ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഇവിടെ വന്ന് കിടക്കും. പിന്നെ യേശുദാസിലും വലിയൊരു ഗന്ധർവ സോളുള്ള ആൾ, അതുപോലുള്ള ശബ്ദമുള്ള ആൾ ലോകത്തുണ്ടാവില്ല. അദ്ദേഹം ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ സൂര്യകാലടി മനയിൽ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് സൂര്യകാലടി ഭജനമണ്ഡലി ഒരു പേര് വെക്കലും കൂടെയാണ്. അപ്പോൾ മഹാഗുരുവായിട്ടുള്ള ഗാനഗന്ധർവൻ അദ്ദേഹം ശബ്ദത്തിൻ്റെ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പ്രശാന്ത് വർമ്മയാണ്, കൃഷ്ണന് കൊടുത്തു. ഇങ്ങനെ ത്രോട്ട് ഭയങ്കര ഇൻഫെക്ഷനുണ്ട്, വലിയ പ്രശ്നത്തിലേക്കാണ്, ഭീകരാവസ്ഥയിലേക്കാണ് വരുന്നത്. ഡെയിലി പ്രോഗ്രാം 500 വാട്ട്സിൻ്റെ 700 വാട്ട്സിൻ്റെ ഒക്കെ. അപ്പോൾ ഒരു കഥ പറഞ്ഞു, എന്നെപ്പോലെയുള്ള പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ശബ്ദം നോക്കണം. ഭജന പാടുന്നവർക്ക് എന്ത് ശബ്ദം? എന്നെ കഥ പറഞ്ഞു തന്നു. ഒരു ക്ഷേത്രത്തിൽ നട അടച്ചു കഴിഞ്ഞാൽ ഒരു ലേഡി വീണയൊക്കെ ആയിട്ട് കയറിപ്പോവും. നടയെല്ലാം അടച്ചു. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു രാഗവും ഇല്ല, ഒരു ഫ്ലോ ഇല്ല, എന്തൊക്കെയോ വായിക്കും. ആ സമയത്ത് ഭഗവാൻ ഇറങ്ങി വന്നിട്ട് ഡാൻസ് ചെയ്യും. ഇത് പറയാൻ കാരണം വെച്ചാൽ അത് നല്ല പണ്ഡിതനായിട്ടുള്ള ഒരാൾ ഇതിന് ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ശരിക്കും ഇത് മായയാണോന്ന് തോന്നി. രണ്ടാമത്തെ ദിവസം ഇദ്ദേഹം പോയി. ഇദ്ദേഹം സർവം തികഞ്ഞ പണ്ഡിതനാണ്. അവിടെ ചെന്ന് 2ാമത്തെ ദിവസം ഇതേപോലെ പോകുന്നുണ്ട്. ഇവരുടെ എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നട അടച്ചു കഴിഞ്ഞാൽ അവിടെ പോവാൻ രാഗം ഏതാണെന്നറിയില്ല, താളം ഏതാണെന്നറിയില്ല, ഏത് തന്ത്രിയെ മീട്ടുന്നതെന്നറിയില്ല. ഇങ്ങനെ വായിച്ച് അവസാനം ഭഗവാൻ വരും, ഇറങ്ങും. പിന്നെ ഭഗവാൻ ഇങ്ങോട്ട് വീണ വാങ്ങിയിട്ട് ഇവള് ഡാൻസ് ചെയ്യും. ഒരു സ്റ്റെപ്പില്ല. ഭഗവാനും ഭക്തനും തമ്മിലുള്ള 100% ഡിവൈൻ ലവ് ഷെയറിങ് ആയിരുന്നു അവിടെ. 3ാമത്തെ ദിവസം ഇദ്ദേഹം ഒളിച്ചു പോയി, പിന്നാലെ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരു നോട്ട് വായിച്ചപ്പം അപചയം എന്ന് പറഞ്ഞു. അത് തെറ്റാണെന്ന് പറഞ്ഞു. ഭഗവാൻ ചോദിച്ചു, ഭക്തനും ഭഗവാനും തമ്മിലിടയിൽ എന്ത് രാഗം, എന്ത് താളം, എന്ത്? അവൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തിട്ടുണ്ട്. അർപ്പണം. ആ അർപ്പണത്തിലേക്ക് ഇനി എത്ര ജന്മം നമ്മൾ ഓരോരുത്തർ എത്തേണ്ടി വരും. ആ അർപ്പണത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് വള്ളിയൂർ എത്രയോ ഗുരുക്കന്മാർ പറഞ്ഞത്. വർമാജി എന്തിനാ ഈ ഇനിയർ മോണിറ്റർ, അതൊന്നും വർമാജി അങ്ങോട്ട് പാടിക്കോ. ചിലപ്പം ശബ്ദം ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും, അതിനെ കളിയാക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സ്ക്രാച്ച് ഉണ്ടാവും. ഇത് പാടി കിട്ടുന്ന സംഖ്യയിലും ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്, മാനവ സേവ പോലെ തന്നെ. അതും എനിക്ക് സംഘടനാ തലത്തിൽ തന്നെ കിട്ടിയ നല്ലൊരു അനുഗ്രഹമാണ്. ഭജനയിലെ കുട്ടികൾക്ക് ഇപ്പം വരുന്ന ജനറേഷനിലെ കുട്ടികളോട് പറയാനുള്ളത് സമർപ്പണ മനോഭാവത്തോടെ, എന്നെപ്പോലെ ആവണമെന്നല്ല, എല്ലാം സമർപ്പണം ചെയ്യണം. എപ്പോഴും ഒരു ഈശ്വരൻ സങ്കല്പം, ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ്. അത് ഉണ്ട്, അത് കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. മറ്റത് മായാലോകമാണ്, മീഡിയ, പബ്ലിക്. അത് വേണം നമുക്ക് നിലനിൽക്കാൻ. ഫണ്ട് വേണം, 4 ആളുണ്ടെങ്കിലേ പ്രോഗ്രാം കിട്ടുള്ളൂ, ഫണ്ടെല്ലാം വേണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ അറിവുകൾ പങ്കുവയ്ക്കാൻ മീഡിയ അത്യാവശ്യമാണ്. കഴിവുകൾ എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തിക്കണം. ഇതിങ്ങനെ ഒരു സാധനം ആരായാലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പബ്ലിക്കിന് ഗുണകരമാവുന്ന സ്ഥലത്തിലേക്കുള്ള നമുക്ക് എത്തിക്കണം. അതിന് മീഡിയ വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാണ്, അപ്പം ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഗണഗീതം പാടിയതിന് അടി മേടിച്ചിട്ടുണ്ട്
അടി കൊള്ളാതെ നോക്കിയിട്ടുണ്ട്. അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാടിയിട്ടുണ്ട്. ഞാൻ പാടാറില്ലായിരുന്നു. എൻ്റെ കൂടെയുള്ളൊരു വടക്കുന്നാഥൻ ജീൻസ് കട എന്ന് പറഞ്ഞൊരു സുനിലായിരുന്നു ആദ്യം പാടി. അടി കണ്ടുകൊണ്ട് എനിക്ക് സ്റ്റേജിലേക്ക് ഞാൻ സാധാരണയുണ്ട് സ്റ്റേജിൽ കയറി വന്ന് സംയുക്തമായിരുന്നു. ലാസ്റ്റ് ഒരു പാട്ട് പാടാൻ അവൾ കമ്മിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പോയി. അപ്പം ഇത് തന്നെ അനുകൂലിക്കുന്നവർ മാത്രമായി. അപ്പോൾ അവർ വന്നിട്ട് വന്ന് പാടാൻ പറഞ്ഞപ്പോൾ പാടി കഴിഞ്ഞപ്പം വടിവാളൊക്കെ എടുത്തിട്ട് സ്റ്റേജിൽ കയറി ഞങ്ങൾ കാട്ടാക്കട പിന്നെ കാര്യാലയത്തിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചാൽ പിന്നെ അവിടെ എങ്ങനെ തന്നെ അടിയൊക്കെ പൊട്ടുണ്ടായി. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ കമ്മിറ്റി പെർമിഷൻ തന്നാലും സംഘടന പെർമിഷൻ തരാണ്ട് പാടില്ല. കാരണം എനിക്ക് സംഘടന മാത്രമേ ഉള്ളൂ. എന്നാൽ എന്നെ ഈ വഴിയിലെത്തിയത് ഭഗവാനും സംഘടനയാണ്. രണ്ടും വേറെ അല്ല. എനിക്ക് ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സംഘടന നാളെ ഭജന പാടേണ്ട വർമാജി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തും. 100%. തിരുനാവായയിൽ വെച്ചിട്ട് വർമാജി ഗണഗീതം പാടുന്നത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു. അവിടെ നിന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എല്ലാവർക്കും ആവേശമായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കും ആവേശം തോന്നിപ്പോയിരുന്നു. കാരണം അത് ജന്മന കിട്ടിയിട്ടുള്ള, കാരണം ഭാരതം എൻ്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരെന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്ത കുട്ടിയാണ്. 5ാം ക്ലാസ്സിൽ ടൈ കെട്ടി മലയാളം മീഡിയത്തിൽ പോയിരുന്ന കുട്ടിയാണ്. അത്ര ഓർത്തഡോക്സ് ഈഗോസിൻ്റെ ഈഗോ ആയിരുന്നു. ആ ഈഗോയിൽ നിന്നാണ് ഈ പോസിറ്റീവ് ഈഗോയിലേക്ക് എത്തുന്നത്. ഇതൊന്നുമല്ല, ഇതൊന്നുമല്ല. ഡിവൈൻ ലവ്, അൺകണ്ടീഷണൽ ലവ് എല്ലാവരെയും സ്നേഹിക്കുക. ഫാനാണെന്ന് പറഞ്ഞ ഒരു ഫാൻ റിക്വസ്റ്റ് ആണ്. എനിക്ക് ഏറ്റുമാനൂരപ്പൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഏറ്റു പറയുന്നത് അതിൻ്റെ ആ തുടക്കം വരികൾ അതൊന്ന് പാടും. പാദം തൊടുമ്പോഴേ ഭക്തന്റെ അകവും കുറവും അറിയുന്നൊരപ്പൻ, എൻ്റെ ഏറ്റുമാനൂരപ്പൻ. എഴുതാനാകുമോ നിൻ മാഹാത്മ്യങ്ങൾ, ഈഴാഴി ഇതുപോലൊരു ദൈവമുണ്ടോ? ഏറ്റുമാനൂരപ്പ കൈ തൊഴുന്നേനെന്നും. അപ്പോൾ ഇപ്പം എനിക്കിത് പാടി തന്നതിനും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി. ജനം ടിവിക്കും അതിൻ്റെ പ്രവർത്തകർക്കും നല്ലത് വരട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമസ്തേ. സ്വന്തം പ്രശാന്തേട്ടൻ, ടി മാനസ ജപലഹരി.